ഹായ്, കെ വി ക്രിയേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ പോട്ട്ലി ബട്ടൺ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ അങ്ങനെ വയ്ക്കും, പിന്നെ നമ്മൾ ഫ്രണ്ടിലൊരു ഡിസൈനായിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചിലവർ അതിന് തെർമോക്കോളിൻ്റെ ബോൾസ് എടുക്കാറുണ്ട്, പിന്നെ ചിലവർ സ്പോഞ്ച് എടുക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ അത് രണ്ടുമില്ല, അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഒരു നെറ്റിൻ്റെ ഒരു മെറ്റീരിയലാണ് ഞാൻ ചെയ്യണത്. അപ്പം അതിനുവേണ്ടി അതിൻ്റെ തന്നെ ലൈനിങ് എടുത്തിട്ട് ഒരു ചെറിയ ബോൾസാക്കിയിട്ട്, ചെറിയ കഷ്ണം തുണി വെട്ടിയെടുത്ത് അത് ബോൾസാക്കിയിട്ട് ഇതുപോലെ നെറ്റിൻ്റെ ആ പീസിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റാക്കി ചുരുട്ടി പിടിച്ച് നമ്മൾ നൂല് വെച്ചിട്ട് അത് കെട്ടി നന്നായിട്ട് അധികം ചുറ്റി കെട്ടണം, എന്നാലത് ടൈറ്റായിട്ട് അങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പം നന്നായിട്ട് അത് ചുറ്റിക്കെട്ടി കെട്ടിട്ട് നിർത്തണം, നല്ല കെട്ടിട്ട് നിർത്തുക, നല്ല ടൈറ്റായിരിക്കണം. അപ്പം ഞാനിത് കൈ കൊണ്ട് തന്നെ തുന്നി വെക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു ലൂപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലൂപ്പിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ജുബ്ബയുടെ കോളർ ആ ഒരു ടൈപ്പ് ടോപ്പാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് അത് ടൈറ്റായിട്ടിരിക്കണം, അതിന് വേണ്ടി ഞാനൊരു ലൂപ്പും കൂടി ചെയ്ത് അത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ടാണ്. അപ്പോൾ അത് കൈ കൊണ്ട് തന്നെ തുന്നാണ് ചെയ്യുന്നത്, മെഷീനിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഇതുപോലെ കിട്ടും, നല്ല ഭംഗിയായിട്ടുള്ളത് കിട്ടും. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻസും വന്നിട്ടണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഉപകാരപ്പെടുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. ഇത് നമ്മൾ പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റിയ ഒരു സംഭവമാണത്. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവുമല്ലോ ലൈനിങ്ങിൻ്റെ പീസൊക്കെ. അപ്പം തെർമോക്കോളും സ്പോഞ്ചൊന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ആ ലൈനിങ് പീസിൻ്റെ എന്തായാലും ഒരു ചെറിയ കഷ്ണമൊക്കെ നമ്മുടെ കയ്യിൽ കാണും. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതൊരു പോട്ട്ലി ബട്ടനാണ് നമുക്കിത്. അപ്പോൾ ഇതുപോലെ തന്നെ 4 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഓൾറെഡി 3 എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് കഴിയിട്ടു. പിന്നെ ചിലവർ ഇത് കൈ കൊണ്ട് തന്നെ, ഇതിപ്പോൾ ഞാൻ കെട്ടിട്ട് വേറൊരു കെട്ടാനിട്ടത്, ഇത് കൈ കൊണ്ട് തന്നെ കെട്ടിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയും ചെയ്യാം. കൈ കൊണ്ട് തന്നെ കെട്ടിടാൻ അറിയാവുന്ന ആൾക്കാർക്ക് അങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചിറ്റി വരുമ്പോൾ തന്നെ ഒരു കെട്ടിടാൻ പറ്റും, അതുപോലെ തന്നെ. അപ്പം ഞാനത് 2-3 പ്രാവശ്യം നോക്കിയിട്ട് എനിക്കത് പറ്റിയില്ല. അപ്പം ഞാനത് സാധാരണ നമ്മൾ കെട്ടിടുന്ന പോലെ തന്നെ കുടുക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നൂല് വലിച്ചെടുത്ത് അങ്ങനെയാണ് കെട്ടിയിട്ടത്. അപ്പം ഇത് വെച്ച് കഴിയുമ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ലൊരു ഡിസൈന്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇനി ഉപ്സൊക്കെ വെച്ചിട്ടാണെങ്കിലും അതിൻ്റെ സൈഡിലൂടെ കൈ കൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, മെഷീനിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെയ്ത് കൊടുത്താലും ഭംഗിയായിരിക്കും. ഇതുപോലെ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി ടോപ്പിലേക്ക് കൈ കൊണ്ട് തുന്നുകയാണ് ചെയ്യണത്. പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയില്ല, എൻ്റെ ഫോൺ ഓഫായി പോയായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തുന്നി അങ്ങനെ വെച്ചിട്ട് നല്ല ടൈറ്റിൽ ഇതും തുന്നി കൊടുക്കുക. ഇതുപോലെ ഇരിക്കും. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ താങ്ക് യു.